LS Mega Bible Quiz 2026 എപ്പിസോഡ് 141 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 83 മുതൽ 86 വരെ 1 കൊരിന്ത്യർ 8-ാം അധ്യായം. അപ്പോൾ ഞാൻ ഇന്നലെ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അയച്ചിട്ടുണ്ടാവുന്നുള്ള വിശ്വാസത്തോടെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത്, ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം ഇസ്രായേലിനെ. സങ്കീർത്തനങ്ങൾ 83-ന്റെ 4-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജലാശയമാക്കി തീർക്കുന്നു എന്തിനെ? അതിന്റെ ഉത്തരം കണ്ണുനീർ താഴ്വരയെ. സങ്കീർത്തനങ്ങൾ 84-ന്റെ 6-ലാണ് ഈ ഉത്തരം ഉള്ളത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ആരുടെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു? ഉത്തരം യാക്കോബിന്റെ. സങ്കീർത്തനങ്ങൾ 85-ന്റെ 1-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദാവീദിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയത് ആര്? ഉത്തരം ഘോരന്മാരുടെ കൂട്ടം. സങ്കീർത്തനങ്ങൾ 86-ന്റെ 14-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, നമ്മെ ദൈവത്തോട് അടുപ്പിക്കാത്തത് എന്ത്? ഉത്തരം ആഹാരം. 1 കൊരിന്ത്യർ 8-ന്റെ 8-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത പോർഷൻസ് പറഞ്ഞു തരാം. സങ്കീർത്തനങ്ങൾ 87 മുതൽ 90 വരെ 1 കൊരിന്ത്യർ 9-ാം അധ്യായം. അപ്പൊ ഈ പോർഷൻസ് നന്നായിട്ട് വായിച്ച് പഠിച്ചോളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.